അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. മൗലാന മൗദൂദിയുടെ വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട അവസാനത്തെ ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മൗലാന മൗദൂദിയുടെ ജീവിതത്തിൻ്റെ അദ്ദേഹം ഇടപെട്ട വൈജ്ഞാനിക വ്യവഹാരങ്ങളിലും സാമൂഹിക ഇടപാടുകളിലും സോഷ്യൽ ആക്ടിവിസത്തിലും രാഷ്ട്രാന്തരീയ മേഖലകളിലുമുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളെയും ചിന്തകളെയും കുറിച്ചൊക്കെയും നമ്മൾ വിശദമായി കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം സംസാരിച്ചു. എന്തുകൊണ്ടാണ് മൗലാന മൗദൂദി ഇപ്പോഴും പ്രസക്തനായി മാറുന്നത്? മൗദൂദി സാഹിബിൻ്റെ ചിന്തകളെ വീണ്ടും വീണ്ടും പഠിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ലോകത്തൊരുപക്ഷെ 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ടുകളിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു പണ്ഡിതനെ മൗദൂദി അല്ലാതെ വേറെ നമുക്ക് കാണുവാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചും അദ്ദേഹം സ്ഥാപിച്ച സംഘടനയെക്കുറിച്ചും മൗലാന മൗദൂദി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ചിന്തയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ദൈവതത്വശാസ്ത്രത്തിൻ്റെ ചിന്തകളെക്കുറിച്ചും അതുപോലെ അദ്ദേഹത്തിൻ്റെ ആക്ടിവിസത്തെക്കുറിച്ചും അന്താരാഷ്ട്ര മേഖലകളിലുള്ള അദ്ദേഹത്തിൻ്റെ ആക്ടിവിസത്തെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായ പഠനങ്ങളും ചർച്ചകളും വിമർശനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ടും മൗലാന മൗദൂദി എന്തുകൊണ്ട് ഇപ്പോഴും പ്രസക്തനായി മാറുന്നു? അതിന് തെളിവ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ്. ഒരുപക്ഷെ ഒരു അത്ഭുത ബാലൻ എന്ന തോന്നിക്കും വിധം തന്നെ 15-ാമത്തെ വയസ്സിന് മുമ്പ് തന്നെ വിവിധ രചനകളുടെ നിർവഹണം നടത്തുക, വിവിധ ഭാഷകൾ പഠിച്ചെടുക്കുക, അത് വീട്ടിൽ നിന്ന് തന്നെയുള്ള അധ്യാപകരുടെ സഹായത്തോടുകൂടി ഭാഷകൾ പഠിച്ചെടുക്കുക, ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ വിവിധ കൃതികൾ മുല്ലാ സദറ പോലുള്ള വലിയ തത്വചിന്തകരുടെ അൽ അസ്ഫാറുൽ അർബഅ പോലുള്ള കിതാബുകൾ ഉറുദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ തുർക്കി ഭാഗത്തുള്ള ക്രിസ്ത്യൻ സമൂഹത്തെക്കുറിച്ച് ഉസ്മാനികളുടെ കാലത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള രചനകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. പിന്നീട് 16-20 വയസ്സിൻ്റെ ഉള്ളിൽ ഇന്ത്യയിലെ തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ സുപ്രധാന സംഘടനകളുടെ അവരുടെ പത്രങ്ങളുടെ എഡിറ്ററും സബ് എഡിറ്ററും അങ്ങനെ ആ എഡിറ്റോറിയൽ ബോർഡിൽ എത്തിച്ചേരുക. ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ അന്നത്തെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സംഭവവികാസങ്ങളെ വളരെ സൂക്ഷ്മമായി തന്നെ അവലോകനം ചെയ്യുന്ന ഒരു എഴുത്തുകാരനായി മാറുക, ഒരു പത്രപ്രവർത്തകനായി മാറുക. മൗലാന മൗദൂദി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ തന്നെ പറഞ്ഞതുപോലെ ഏകദേശം 20 വയസ്സിന് മുമ്പ് തന്നെ വെസ്റ്റേൺ ഫിലോസഫിയെക്കുറിച്ചും ഫ്രഞ്ച്, റഷ്യൻ, ജർമ്മൻ അടക്കമുള്ള വിവിധ ഫിലോസഫികളെക്കുറിച്ചും അതിൻ്റെ കൂടെ തന്നെ ഇസ്ലാമികമായ തത്വചിന്തകളെക്കുറിച്ചുമുള്ള വിശദമായ പഠനങ്ങൾ നിർവഹിക്കുക. ഇങ്ങനെ ഒരു 20 വയസ്സിനുള്ളിൽ തന്നെ ഒരു സാധാരണ ചെറുപ്പക്കാരന് കഴിയുന്നതിനേക്കാളും അപ്പുറം വൈജ്ഞാനിക ദാഹിയായി മാറുകയും വിവിധ വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തുകയും പിന്നീട് പിൽക്കാല പണ്ഡിത ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ടായി മാറുകയും ചെയ്യുന്ന ഒരു യുവത്വം, ഒരു ചെറുപ്പകാലം മൗലാന മൗദൂദിക്കുണ്ടാകുന്നു. അതായത് ഒരാളുടെ പഠനത്തിന് മൗദൂദി സാഹിബ് എങ്ങനെയാണ് ഒരു സഹായകമായി മാറുന്നത്? ചിന്തയെ എങ്ങനെ രൂപീകരിക്കണം, ആ രൂപീകരിച്ച ചിന്തയെ എങ്ങനെ പിന്നീട് ലഭിക്കുന്ന, അതായത് ഓരോ സമയക്രമത്തിലും വളർന്നു വരുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്ക് ലഭിച്ച വൈജ്ഞാനിക മേഖലകളെ എങ്ങനെ പരുവപ്പെടുത്തിയെടുക്കണം, അതിൻ്റെ കൂടെ തന്നെ അതിനെ എങ്ങനെ സ്വയം ഒരു സെൽഫ് അനാലിസിസ് നടത്തണം, എങ്ങനെയാണ് താൻ സ്വീകരിച്ച വഴിയിൽ നിന്ന് മാറിപ്പോവേണ്ടത് എന്നൊക്കെയും ഒരു റിസർച്ചറിനെ ആവശ്യമായ തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് മൗലാന മൗദൂദിയുടെ ചെറുപ്പകാലത്ത് തന്നെ ലഭിക്കും. ഈ തരത്തിൽ വളരെ ഒരു വൈജ്ഞാനിക ദാഹിയായി മാറുന്ന ഒരു ചെറുപ്പക്കാരൻ
ആ ചെറുപ്പക്കാരൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടെ നോക്കുക. അതായത് ഒരു അരിസ്റ്റോക്രാറ്റ് ഫാമിലിയിൽ തന്നെ ജനിക്കുന്ന, ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നവാബ് കാലഘട്ടത്തിലും അതിനു മുമ്പും പല ഭരണകൂടം കാലഘട്ടത്തിലും നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ഒരു ഫാമിലിയിൽ ജനിക്കുക. അത് മാത്രമല്ല, തസവുഫ് എന്ന് പറയുന്ന ഏറ്റവും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ പ്രധാന ആത്മീയധാരയായ ചിഷ്തി ത്വരീഖത്തിൻ്റെ തന്നെ ഭാഗമായി മാറുന്ന ഒരു കുടുംബത്തിൽ ജനിക്കുക. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അത് വലിയ ഒരു സ്വാധീനമുണ്ടതായി മൗലാന മൗദൂദി തന്നെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആത്മീയമായ ഒരു വളർച്ചയ്ക്ക് സാധ്യതയുള്ള ഒരു കുടുംബത്തിലും, അതുപോലെ തന്നെ വൈജ്ഞാനിക ദാഹം വളരെ പ്രാധാന്യപൂർവ്വം കൽപ്പിക്കുന്ന ഒരു കുടുംബത്തിലും, വിദ്യാഭ്യാസം നേടണമെന്ന് പറയുന്ന ഒരു കുടുംബത്തിലും, അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിക്കുക. അതിൻ്റെ കൂടെ തന്നെ സയ്യിദ് എന്ന് പറയുന്ന ഒരു നബി പാരമ്പര്യ ബന്ധമുള്ള ഒരു കുടുംബത്തിലെയും അംഗമാവുക. അപ്പോൾ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ജനനവും അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലവും അദ്ദേഹത്തിൻ്റെ യുവത്വകാലവുമെല്ലാം ഒരുപാട് നമുക്ക് മാർഗങ്ങൾ, വഴികൾ കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഈ ചര്യ പോലും, ആ ചെറുപ്പകാലം വരെയുള്ള ചര്യ പോലും ഒരുപാട് അന്വേഷണങ്ങൾ നമുക്ക് നടത്താൻ പറ്റുന്ന പോയിന്റുകൾ ബാക്കിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മൗലാന മൗദൂദി ഈ വിവിധ തരത്തിലുള്ള ചിന്തകളെ തിരിച്ചറിയുന്നത്. സർ സയ്യിദിനെ പോലുള്ള ആൾക്കാരുടെ കുടുംബത്തിലെ ഒരു സാന്നിധ്യം, അവർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കാണിക്കുന്ന ഒരു അനുകൂല നിലപാട്, അതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന മൗലാന മൗദൂദിയുടെ പിതാവ്, ആ പിതാവിൻ്റെ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിൻ്റെ പ്രധാന ക്രിട്ടിക്കായി മാറുന്ന മൗലാന മൗദൂദി. അപ്പോൾ ഈ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ ഒരു സാമ്രാജ്യത്വ വിമർശകനായി മാറുന്ന മൗദൂദി സാഹിബിനെ നമുക്ക് കാണാം. അപ്പം അതായത് തനിക്ക് ലഭിച്ച വിവിധ തരത്തിലുള്ള അനുഭവ പരിചയങ്ങളിൽ നിന്ന് ശരിയായ വഴി കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരിൽ നിന്നും, അതുപോലെ അതിൽ നിന്ന് വളർന്നു വലുതായ ഒരു യുവാവിൽ നിന്നും അവരുടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ വളർച്ചയിൽ എത്രയെത്ര രചനകളാണ് പിന്നീട് മൗലാന മൗദൂദി നടത്തുന്നത്. നോക്കുക, മൗലാന മൗദൂദിയുടെ രചനകളുടെ ഒരു കളക്ഷൻ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അതായത് ജിഹാദുമായി ബന്ധപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ലേഷൻ വർക്കുകൾ, മുല്ല സദറയുടെ വർക്കുകൾ, ടർക്കിഷ് ഭാഗത്തുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഇംഗ്ലീഷിൽ നിന്നുള്ള ട്രാൻസ്ലേഷൻ അത് നടത്തുന്നു. അതിനുശേഷം മൗലാന മൗദൂദിയുടെ 24 വയസ്സിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിക് രചനയായി അല്ലാമ ഇഖ്ബാൽ പോലും പ്രധാനമായി പരാമർശിച്ച രചനയാണല്ലോ അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട കൃതി. 24 വയസ്സിനുള്ളിൽ രചിച്ച ആ കൃതിയുടെ സാഹചര്യം പോലും നമുക്കറിയാം. ഒരു സമൂഹത്തിൻ്റെ, ഒരു സമുദായത്തിൻ്റെ ആവശ്യകതകളെ കണ്ടറിഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള കഴിവിനെ സമുദായത്തിനും ഇസ്ലാമിനും വേണ്ടി ഉപയോഗിച്ച ഒരു ചെറുപ്പക്കാരനെ നമുക്ക് അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന രചന നിർവഹിച്ച മൗലാന മൗദൂദിയിൽ നമുക്ക് കാണാം. മൗലാന മുഹമ്മദ് അലി ജൗഹർ ജുമാ മസ്ജിദ്, ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ നിന്നുകൊണ്ട് ആ ഇടയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ വ്യാപിച്ച കലാപങ്ങൾക്ക് മറുപടിയായി ഇസ്ലാമിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടി ജിഹാദ് എന്ന് പറയുന്ന വിഷയത്തെ പഠിച്ചുകൊണ്ട് ആരാണ് ശരിയായൊരർത്ഥത്തിൽ സമർത്ഥിക്കാൻ തയ്യാറുള്ളത് എന്ന് പറയുന്ന ആഹ്വാനം സ്വീകരിച്ചു കൊണ്ടാണല്ലോ മൗലാന മൗദൂദി അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന രചനയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അതായത് ഒരു സമുദായത്തിൻ്റെ ആവശ്യകതയ്ക്ക് പ്രാധാന്യം നൽകുന്ന, ഇസ്ലാമിൻ്റെ പ്രതിരോധത്തിന് പ്രാധാന്യം നൽകുന്ന അദ്ദേഹത്തിൻ്റെ ചിന്ത ആ ജിഹാദ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട രചനയിൽ പോലും നമുക്ക് കാണാം. അക്കാലഘട്ടത്തിൽ തന്നെ ചെറുപ്പക്കാരനായിരിക്കെ തന്നെ ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ കുറിച്ചും അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചും മുസ്ലിം സമുദായത്തിൽ രൂപപ്പെട്ട സാമുദായിക ചിന്തകളെക്കുറിച്ചും, അതായത് പിന്നീട് അദ്ദേഹം മുസ്ലിം നാഷണലിസം എന്നാണ് അതിനെ വിശദീകരിക്കുന്നത്, ആ തരത്തിലുള്ള ലീഗിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമുദായിക ചിന്തകളെക്കുറിച്ചും, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് മുസ്ലിങ്ങളോട് സ്വീകരിക്കുന്ന നയനിലപാടുകളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം 1920-26 ആ കാലങ്ങളിൽ ശക്തമായ ഭാഷയിൽ വിമർശന വിധേയമാക്കുന്നത് നമുക്ക് കാണാം.
അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്വന്തം കേരളത്തിൽ നടക്കുന്ന മലബാർ വിപ്ലവ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എമ്പാടും വളരെ തെറ്റായ കാഴ്ചപ്പാടുകൾ പടർന്നപ്പോൾ മലബാർ സമരം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ടുള്ള സമരമാണെന്നും ബ്രിട്ടീഷ് വിരുദ്ധ സമരമാണെന്നും അത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മനസ്സിലാക്കണമെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അടക്കമുള്ള നേതാക്കന്മാരെ ബോധിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ മൗദൂദിയെ നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ മുസ്ലിം ജനസമൂഹത്തിൻ്റെ ഇടയിൽ ആത്മീയമായി വളർന്ന തബ്ലീഗി പ്രസ്ഥാനത്തോട് അതിനോട് വളരെ അനുകൂലമായി പ്രതികരിക്കുകയും എന്നാൽ നിങ്ങൾ ഈ തരത്തിലുള്ള ഒരു വിവിധ നിർദ്ദേശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ആവശ്യമായ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് സംസാരിക്കുന്ന മൗദൂദി സാഹിബിനെ ഈ ചെറുപ്പകാലഘട്ടത്തിൽ നമുക്ക് കാണാം. അവിടുന്ന് വലുതായിട്ടാണ് പിന്നീട് മൗദൂദി സാഹിബിൻ്റെ രചനകളൊക്കെ ഉണ്ടാവുന്നത്. അതായത് മുസൽമാൻ, അതുപോലെ തന്നെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്ന, അതായത് ഫ്രീഡം സ്ട്രഗിൾ ഓഫ് ഇന്ത്യ, മുസ്ലിങ്ങളും ഇന്ത്യയിലെ ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്ന അതിൻ്റെ 2 വാള്യമുള്ള രചനകളൊക്കെയും ഈ 30കളിൽ എഴുതപ്പെടുന്ന രചനകളാണ്. ബ്രിട്ടീഷ് വിരുദ്ധതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദമായി മൗദൂദി സാഹിബ് മാറുന്നു. അദ്ദേഹത്തിൻ്റെ രചനകൾ പലപ്പോഴും ലീഗും വിവിധ സംഘടനകളും വിവിധ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നത് നമുക്ക് കാണാം. മൗലാന മൗദൂദിയെക്കുറിച്ചിട്ടുള്ള ഒമർ ഖാലിദിയുടെ പഠനത്തിൽ, അതായത് ബിറ്റ്വീൻ നാഷണൽ മുസ്ലിം ആൻഡ് ഇന്ത്യൻ മുസ്ലിം, നാഷണൽ മുസ്ലിംസ് ആൻഡ് മുസ്ലിം നാഷണൽസ് എന്ന് പറയുന്ന ഉമർ ഖാലിദിയുടെ രചനയിൽ മൗലാന മൗദൂദിയുടെ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചിട്ടുള്ള ആ ഒരു കാലഘട്ടത്തെ വിശദീകരിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ രചനകൾ ഇന്ത്യൻ സബ് കോണ്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചതിൻ്റെ പല കോപ്പികളും വിറ്റഴിയുകയും വീണ്ടും വീണ്ടും പുതുതായി പ്രിൻ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് ഉമർ ഖാലിദി അവിടെ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ പാട്രണേജ് ചെയ്ത നവാബ് ഫാമിലി, അതായത് നിസാം ഫാമിലിയെ, ഹൈദരാബാദ് നിസാം ഫാമിലിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ചരിത്രം പഠിച്ച അതായത് ആ നിസാമിൻ്റെ ആസിഫിയ ഡൈനാസ്റ്റിനെ കുറിച്ചിട്ടുള്ള രചനകൾ അദ്ദേഹം നിർവഹിക്കുന്നു. അവരുടെ സപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി അവിടുത്തെ അക്കാഡമിക് സർക്കിൾ നിന്നുകൊണ്ട് വിവിധ ട്രാൻസ്ലേഷൻ വർക്കുകൾ അദ്ദേഹം നടത്തുന്നത് നമുക്ക് കാണാം. ആ ഇടയ്ക്കാണ്, അതായത് 40കളുടെ കഴിഞ്ഞ് ആ ഇടയ്ക്കാണ് അല്ലാമ ഇഖ്ബാലുമായിട്ടുള്ള മൗലാന മൗദൂദിയുടെ കണ്ടുമുട്ടൽ ഉണ്ടാവുന്നത്. മൗദൂദി സാഹിബിൻ്റെ ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമായി ആ ഒരു കാലഘട്ടത്തെ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തെ ദാറുസ്സലാമിലേക്ക് അങ്ങോട്ട് വിളിക്കുകയും പഠാൻകോട്ടിലേക്ക് ദാറുസ്സലാമിലേക്ക് വിളിക്കുകയും അവിടുത്തെ അല്ലാമ ഇഖ്ബാലിൻ്റെ പഠന പദ്ധതിയുടെ നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന മൗലാന മൗദൂദിയെ നമുക്ക് കാണാം. അപ്പോഴും ചെറുപ്പക്കാരനായ മൗലാന മൗദൂദി തന്നെയായിരുന്നു അല്ലാമ ഇഖ്ബാലിൻ്റെ പഠന പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതിന് ദാറുസ്സലാം എന്നുള്ള പേരിലാണല്ലോ അത് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത്. ആ തരത്തിലുള്ള ഒരു മൗദൂദി സാഹിബിനെ നമുക്ക് അവിടെ കാണാം. കാരണം അല്ലാമ ഇഖ്ബാൽ പോലും മൗദൂദി സാഹിബിൻ്റെ അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന് പറഞ്ഞ രചനയിൽ വളരെ ആകൃഷ്ടനായ ഒരാളും കൂടെ ആയിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഇടപെടലിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതിനുശേഷമാണ്, അതായത് പിന്നീട് ഇന്ത്യൻ വിഭജനത്തോട് അടുക്കുമ്പോൾ ഇന്ത്യൻ വിഭജനം എത്രത്തോളം മുസ്ലിങ്ങൾക്ക് പൊതുവായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അത് എത്രത്തോളം അത് കമ്മ്യൂണലായി മാറുമെന്നും അത് 2 തരത്തിലൊരു മെജോറിറ്റേറിയൻ പൊളിറ്റിക്സ് ആയിരിക്കും ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നും അതുമാത്രമല്ല സാമുദായികപരമായി മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അതൊരിക്കലും മുസ്ലിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല എന്നും കൂടുതൽ അരാജകത്വത്തിലേക്കും രാഷ്ട്രീയപരമായ അരക്ഷിതാവസ്ഥയിലേക്കാണ് അത് പോകുന്നതെന്നും മൗദൂദി സാഹിബ് അത് ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാം. അതായത് ഒരുപക്ഷെ നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ദിനങ്ങളാണല്ലോ ഇപ്പോഴുള്ളത്. അപ്പോൾ മൗദൂദി സാഹിബ് ആ ഒരു സന്ദർഭത്തിൽ വിഭജനത്തെ പ്രത്യേകം അനുകൂലിച്ചിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ വിഭജനം അത് പലപ്പോഴും അത് 2 കൂട്ടർക്കും ആപത്കരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറയുന്ന മൗദൂദി സാഹിബിൻ്റെ നിരീക്ഷണങ്ങൾ പിന്നീട് സത്യമായി മാറുകയാണല്ലോ ചെയ്തത്. എന്നാൽ മൗദൂദി സാഹിബ് ഇവിടുന്ന് പോവുകയും അദ്ദേഹം നിലനിന്നുണ്ടായിരുന്ന പഞ്ചാബിലെ പഠാൻകോട്ട് ഭാഗത്ത് ശക്തമായ സാമുദായിക വർഗീയത ശക്തമാവുകയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ സപ്പോർട്ടോടുകൂടി പിന്നീട് പാകിസ്ഥാൻ ഡിവൈഡ് ആയ ശേഷം അങ്ങോട്ട് മാറുകയും ചെയ്യുന്ന ചരിത്രമാണുള്ളത്. തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ഭൂമിയെ അതൊരു മുസ്ലിം നാഷണലിസം എന്നൊരു ചിന്തയ്ക്കും സെക്കുലറിസം അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് പറയുന്ന ചിന്തയ്ക്കാളും അപ്പുറം
ആ ഒരു സമൂഹത്തിൻ്റെ ഇസ്ലാമികമായ ഒരു കെട്ടിപ്പടുക്കലിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളായിട്ട് നമുക്ക് പാകിസ്ഥാനിൽ മൗലാന മൗദൂദിയെ കാണാം. അവിടുന്ന് പിന്നീട്, അതായത് 1947 മുതൽ അദ്ദേഹത്തിൻ്റെ 1979 വരെയുള്ള മൗലാന മൗദൂദിയുടെ മരണം വരെ സമരജീവിതം തന്നെയായിരുന്നല്ലോ. ജ്ഞാനം, തൻ്റെ കയ്യിലുള്ള വിവരത്തെ അത് ജ്ഞാനമാക്കി മാറ്റുകയും ആ ജ്ഞാനത്തെ സമരത്തിൻ്റെ ഒരു സോഴ്സാക്കി മാറ്റുകയും ആ സമരത്തിലൂടെ അദ്ദേഹം ജീവിച്ച പാകിസ്ഥാനിൽ നവോത്ഥാനം കെട്ടിപ്പടുക്കാനുള്ള ശ്രമവും നടത്തിയതായി നമുക്ക് കാണാം. 1941 ജമാഅത്ത് ഇസ്ലാമി രൂപീകരിക്കുമ്പോൾ പോലും മൗലാന മൗദൂദിയുടെ ചിന്ത ഇസ്ലാമിൻ്റെ നവോത്ഥാനമായിരുന്നു, മുസ്ലിങ്ങളുടെ നവോത്ഥാനമായിരുന്നു. പാശ്ചാത്യ ചിന്തകളുടെയും അതുപോലെ തന്നെ സാംസ്കാരിക അധിനിവേശത്തിൻ്റെയും ആധുനികവൽക്കരണത്തിൻ്റെയും പുറകിൽ പോയ മുസ്ലിം ജനസമൂഹത്തിന് സംഭവിച്ച തെറ്റുകളെ തിരുത്തുവാനും ശരിയായ ദിശ കാണിക്കുവാനും അതിലൂടെ മുസ്ലിം ജനസാമാന്യത്തിന് ഒരു മാർഗരേഖ മുന്നിൽ വെക്കുവാനുമായിരുന്നല്ലോ മൗലാന മൗദൂദി ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ചത്. സംഘടനകളിൽ ഒരു സംഘടന എന്നതിനേക്കാളും അപ്പുറം മുസ്ലിങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുക, തനിക്ക് ലഭിച്ച വൈജ്ഞാനിക വ്യവഹാരങ്ങളെല്ലാം ആ സംഘടനാ സ്ട്രക്ചറിലൂടെ എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ശ്രമം നടത്തുക, ആ സംഘടനയിലൂടെ വളരെ കേഡറായ, ആത്മീയമായി ഉയർന്നു നിൽക്കുന്ന, ഭൗതികമായി മുന്നിൽ നിൽക്കുന്ന, വിദ്യാഭ്യാസ ബോധമുള്ള, അതുപോലെ തന്നെ സംഘടനയ്ക്കുള്ളിൽ ജനാധിപത്യ ബോധമുള്ള ഒരു വിഭാഗത്തെ കെട്ടിപ്പടുത്തിക്കൊണ്ട് മുഴുവൻ മുസ്ലിം സമൂഹത്തിനും ഒരു മാതൃകയായ ഒരു മോഡൽ സൃഷ്ടിക്കുക എന്നതൊക്കെയായിരുന്നു മൗലാന മൗദൂദി ജമാഅത്ത് ഇസ്ലാമി സ്ഥാപിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന വിവിധ സംഘടനകളെ പോലെ പരസ്പരം തമ്മിത്തല്ലാനും മദ്ഹബുകളുടെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ വിവിധ ശാഖാപരമായ വിഷയങ്ങളുടെ പേരിൽ വിവിധ ഗ്രൂപ്പുകളായി തിരിയുവാനും മൗലാന മൗദൂദി സമ്മതിച്ചില്ല. കാരണം സംഘടനാ രൂപീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് അദ്ദേഹം പ്രത്യേകം പറയുന്നു. സംഘടനാ സ്ഥാപകനാണ് എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹും അദ്ദേഹത്തിൻ്റെ ഇൽമുൽ കലാമും അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കാഴ്ചപ്പാടുകളും മദ്ഹബും ഒന്നുമെല്ലാം സംഘടനയ്ക്ക് ബാധ്യമല്ല എന്ന് മൗലാന മൗദൂദി ആദ്യമേ തന്നെ പറയുന്നു. ഏത് മദ്ഹബുകാരനും ഒന്നിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന, എന്നാൽ ഈമാനും ഇസ്ലാമും ഒരുമിച്ച് ഉൾക്കൊണ്ട ഒരു വിശ്വാസിയാണ് പ്രവർത്തകനായി മൗലാന മൗദൂദി അദ്ദേഹത്തിൻ്റെ രചനകളുടെയും പ്രഭാഷണങ്ങളുടെയും സംഘടനയ്ക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടത്. മൗദൂദി സാഹിബ് പാകിസ്ഥാനിലേക്ക് പോയതിനു ശേഷം ആ ജമാഅത്ത് ഇസ്ലാമിയെ പാകിസ്ഥാനിലെ ഏറ്റവും സുപ്രധാനമായ, എല്ലാവരും ശ്രദ്ധിക്കുന്ന, ഭരണകൂടങ്ങൾക്ക് പോലും തള്ളിക്കളയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സംഘടനയാക്കി മാറ്റിക്കളഞ്ഞു. അവിടെ നടന്ന ഭരണഘടനാ പ്രക്ഷോഭങ്ങളെയും അവിടെ നടന്ന വിവിധ ഭരണകൂട വ്യതിയാനങ്ങളെയും അവിടെ ഉണ്ടായ സാമുദായിക പ്രശ്നങ്ങളിലും ആദ്യത്തെ എല്ലാവരും കേൾക്കുന്ന ശബ്ദമാക്കി ജമാഅത്ത് ഇസ്ലാമിയെ മൗലാന മൗദൂദി മാറ്റി. 1950-കൾക്ക് ശേഷം 49 മുതൽ 56 വരെ നടന്ന ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഇസ്ലാമിനെ പ്രധാന സോഴ്സാക്കി മൗലാന മൗദൂദി മാറ്റി. ഹദീസ് നിഷേധം പാകിസ്ഥാനിൽ ശക്തമായിരുന്ന പശ്ചാത്തലത്തിൽ ഹദീസിനെ കുറിച്ച് രചന നടത്തുകയും, അതായത് സുന്നത്തിക്ക് ഐനെ ഹൈസിയത്ത് എന്ന് പറയുന്ന രചനകളും അതുപോലെ തന്നെ ഹദീസിൻ്റെയും ഖുർആനിൻ്റെയും സുന്നത്തിനെ കുറിച്ചുള്ള വിവിധ രചനകൾ നടത്തിക്കൊണ്ടും മുസ്ലിം ജനസമൂഹത്തിന് മുമ്പിൽ ഹദീസ് എന്ന് പറയുന്നത് ഖുർആനെ പോലെ തന്നെ പ്രാമാണികമാണെന്നും അത് നിഷേധിക്കുന്നത് ഇസ്ലാമിനെ നിഷേധിക്കുന്നത് തുല്യമാണെന്നും അവിടെ പറഞ്ഞു വെച്ചു. ഹദീസ് നിഷേധം മുസ്ലിം സമൂഹത്തിൽ വെസ്റ്റേൺ ഇൻ്റലക്ച്വൽ ആൾക്കാരുടെ സ്വാധീനപ്രകാരം ശക്തമായിരുന്ന ഘട്ടത്തിലാണല്ലോ മൗദൂദി സാഹിബ് ഇതിനെതിരെ പടയ്ക്ക് ഇറങ്ങുന്നത്. അതായത് ഓറിയന്റലിസ്റ്റ് രചനകളുടെയും അതുപോലെ വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡായ മുസ്ലിം ബുദ്ധിജീവികളുടെയും ഇൻഫ്ലുവൻസ്, സ്വാധീനം മുസ്ലിം സമൂഹത്തിൽ ശക്തമായപ്പോൾ സുന്നത്തിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന് പറയുന്ന ഒരു സലഫുസാലിഹ്യങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റപ്പെടണം എന്ന് ചിന്തിച്ച ഒരാളായിരുന്നല്ലോ മൗദൂദി സാഹിബ്. അതിൻ്റെ തന്നെ പ്രധാന ലക്ഷ്യം തന്നെയായിരുന്നു ഖതബുൻ നുബുവത്ത് പോലുള്ള, അതായത് പ്രവാചകത്വ പരിസമാപ്തി പോലുള്ള, ഖാദിയാനി മസ്അല പോലുള്ള രചനകൾ നിർവഹിക്കാനും കാരണം ഹദീസിൻ്റെ നിഷേധിച്ചുകൊണ്ട്, ഖുർആനിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടുകൂടി മുസ്ലിം സമൂഹത്തിൽ വിള്ളൽ വീഴ്ത്തുക എന്ന പേരിൽ രൂപപ്പെട്ട ഖാദിയാനിസത്തെ ശക്തമായി എതിർക്കുന്നത് പോലും പ്രവാചകത്വത്തിൻ്റെ സംരക്ഷണത്തിൻ്റെയും കൂടെ ഭാഗമായിരുന്നല്ലോ.
അതിനു വേണ്ടിയിട്ടാണല്ലോ മൗലാന മൗദൂദി സീറത്തെ സർവറെ ആലം എന്ന് പറഞ്ഞ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ദീർഘമായ പഠനങ്ങൾ തയ്യാറാക്കിയത്. അതിൻ്റെ പേരിൽ തന്നെയായിരുന്നു മുസ്ലിങ്ങളുടെ ഭരണാധിപത്യം എന്താണെന്ന് അദ്ദേഹം വിശദീകരിച്ചത്. അതിന് ഖിലാഫത്തോ മുലൂക്കിയത്ത് എന്ന പേരിൽ അദ്ദേഹം രചന നടത്തി. അതായത് എന്താണ് ഇസ്ലാമിൻ്റെ ഖിലാഫത്ത്? ഓരോ വ്യക്തിയും അള്ളാഹുവിൻ്റെ ഖലീഫയായി മാറുന്നു. ഓരോ മുസ്ലിമും അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി മാറുന്നു. അവൻ ഇസ്ലാമിൻ്റെ പ്രാതിനിധ്യം ഭൂമിയിൽ വഹിക്കേണ്ടവനായി മാറുന്നു. അതിൻ്റെ ഒരു കളക്റ്റീവ് ഖിലാഫത്ത് എന്ന് പറയുന്ന പേരിൽ, അതായത് ഖിലാഫത്ത് ജംഹൂരി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ആ തരത്തിലുള്ള ഖിലാഫത്തായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അത് രാജാധിപത്യത്തിൻ്റെ രീതിയിലേക്ക് മാറുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിൻ്റെ തെളിവോടുകൂടി തന്നെ, ആദ്യം താത്വികമായും പിന്നീട് ചരിത്രത്തിൻ്റെ തെളിവോടുകൂടി തന്നെ മൗലാന മൗദൂദി ഖിലാഫത്ത് മുലൂക്കിയത്തിൽ ശക്തമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ മൗദൂദി സാഹിബിൻ്റെ വിവിധ രചനകളും കൂടിയിട്ടുണ്ട്. അതായത് ഇസ്ലാമിക ലോകത്തിൻ്റെ ചലനങ്ങൾ നേരിട്ടറിയുവാൻ വേണ്ടി സെൽജൂക്കുകളെ കുറിച്ചുള്ള ചരിത്രം, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസഫിയ ഡൈനാഷിനെ കുറിച്ചുള്ള ചരിത്രം, ഇന്ത്യൻ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള ചരിത്രം, ഈവൻ നാഷണൽ കോൺഗ്രസ് നേതാക്കന്മാരായ ഗാന്ധിയെക്കുറിച്ചും മദൻ മോഹൻ മാളവിയെക്കുറിച്ചുമുള്ള ചരിത്രം മൗദൂദി സാഹിബ് ആദ്യഘട്ടത്തിൽ തന്നെ എഴുതുന്നുണ്ട്. ഒരു ചരിത്രകാരൻ ആരായിരുന്നുവെന്നും ചരിത്രം എങ്ങനെ നിർവഹിക്കണമെന്നും മൗദൂദി സാഹിബ് അതിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് എല്ലാ ഒരു സിസ്റ്റത്തിനും അതിനൊരു സ്ട്രക്ചറുണ്ട്, ഒരു ഘടനയുണ്ട്. ആ ഘടനയ്ക്ക് വളരെ അനിവാര്യമായ ചില അടിത്തറകളുണ്ട്. അതിൻ്റെ ചരിത്ര വായന ശരിയാവണം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ചരിത്ര വായന, ഹിസ്റ്റോറിസിറ്റി എന്നത് അത് ഹക്കിൻ്റെയും ബാത്തിലിൻ്റെയും തമ്മിലുള്ള യുദ്ധമാണ്, സംഘർഷമാണ്. ഉള്ളവനും ഇല്ലാത്തവനെന്നോ അല്ലെങ്കിൽ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമോ അല്ല ശരിയായ വായനയെന്നും, അത് ഹക്കിൻ്റെയും ബാത്തിലിൻ്റെയും തമ്മിലുള്ള ഒരു സംഘർഷമാണെന്നും, അത് അള്ളാഹു ആദമിനെ സൃഷ്ടിച്ച് പിന്നീട് രൂപപ്പെട്ട ഷിർക്കിൻ കുഫറിലേക്ക് നീങ്ങി അങ്ങനെ ചരിത്രം മാറിയതാണെന്നും, ആ ചരിത്രത്തിൽ സംഭവിച്ച കേടുപാടുകളെ, വ്യതിയാനങ്ങളെ ശരിയാക്കുവാൻ വേണ്ടി അതത് സമൂഹത്തിൽ അള്ളാഹു അയച്ച പ്രവാചകന്മാർ ആ സമൂഹത്തിലെ നവോത്ഥാന നായകന്മാരാണെന്നും മൗലാന മൗദൂദി പറഞ്ഞു വെച്ചു. അതായത് സിസ്റ്റം എന്ന് ഇസ്ലാം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാപിച്ച ഒരു മതമല്ല, പകരം അള്ളാഹു സുബ്ഹാനഹു തആല ആദം അലൈഹി ഇസ്ലാമിലൂടെ പൊതുവായ ജനങ്ങൾക്ക് അയച്ചു കൊടുത്ത ഒരു ജീവിത വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മൗലാന മൗദൂദി വ്യവസ്ഥ എന്ന് പറയുന്ന പേരിൽ വിവിധ രചനകൾ തന്നെ നടത്തി. ഇസ്ലാമിൻ്റെ പൊളിറ്റിക്കൽ തിയറിനെ കുറിച്ച് അദ്ദേഹം രചന നടത്തി. ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചും സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ചും കുടുംബ സങ്കല്പത്തെക്കുറിച്ചും വ്യക്തിഗതമായ വിഷയങ്ങളെക്കുറിച്ചും മൗലാന മൗദൂദി സംസാരിച്ചു. വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം നമസ്കാരം എന്താണെന്നും നോമ്പ് എന്താണെന്നും ഹജ്ജ് എന്താണെന്നും ഷഹാദത്ത് കലിമ എന്താണെന്നും ഹജ്ജ് എന്താണെന്നും വിവിധ രചനകളിലൂടെ പഠിപ്പിച്ചു. ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക് വ്യക്തിപരമായ മാറ്റങ്ങളിലൂടെ മാത്രമേ അവൻ കുടുംബത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. കുടുംബത്തിൻ്റെ ഒരു മാറ്റത്തിലൂടെയാണ്, വ്യക്തിഗത മാറ്റങ്ങളിലൂടെയാണ് സമൂഹത്തിൻ്റെ മാറ്റം ഉണ്ടാവേണ്ടതെന്നും, അതിൻ്റെ പ്രധാന അടിസ്ഥാനം ഹക്കും ബാത്തിലും തമ്മിലുള്ള സംഘർഷമാണ് ഇസ്ലാം പഠിക്കുന്നതെന്നും, ആ ഒരു സംഘർഷം എങ്ങനെയാണ് തിരുത്തേണ്ടത്, അത് വ്യക്തിഗത മാറ്റങ്ങളിലൂടെ, അത് ഒരു കുടുംബത്തിൻ്റെ മാറ്റവും, കുടുംബത്തിൻ്റെ മാറ്റങ്ങളിലൂടെ കമ്മ്യൂണിറ്റിയുടെ മാറ്റവും, അതുപോലെ സമൂഹത്തിൻ്റെ മാറ്റവും, അതിലൂടെ ദേശത്തിൻ്റെ ഒരു മാറ്റത്തിലേക്കാണ് മൗദൂദി സാഹിബ് ചിന്തകളെ സമർത്ഥിച്ചത്. ഈ തരത്തിലുള്ള പരിവർത്തനമാണ്, അതായത് ബോട്ടം അപ്പ് പരിവർത്തനമാണ് മൗദൂദി സാഹിബ്. ആ ഒരു പരിവർത്തനത്തിലൂടെയാണ് ഒരു ദേശം, നാഷണൽ ബിൽഡിംഗ് സാധ്യമാവുക എന്ന് മൗദൂദി സാഹിബ് പറഞ്ഞു വെക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ രചനകളിൽ മൗലാന മൗദൂദി പ്രധാനമായും തന്നെ എഴുതി വെക്കുന്നത് ആദ്യം വ്യക്തിഗത മാറ്റങ്ങളെക്കുറിച്ചായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യന്മാരും, ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള ഇബാദത്തുകളാണ്. ആ ഇബാദത്തുകൾ, അത് ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ, അത് ഷഹാദത്ത് കലിമ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നിവയുടെ വളരെ സൂക്ഷ്മമായ വൈചാരിക തലങ്ങൾ ഒരു വിശ്വാസിക്കുണ്ടാവണമെന്നും, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമ്പോഴാണ് വ്യക്തിഗത മാറ്റത്തിന്
വഴിയൊരുക്കുകയുള്ളൂ എന്ന് മൗദൂദ് സാഹിബ് പറഞ്ഞു വെച്ചു. അതിലൂടെ മൗദൂദ് സാഹിബ് പിന്നീട് വെക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. അതിന് കുടുംബത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രചനകൾ അദ്ദേഹം നമ്മുടെ മുമ്പിലുണ്ട്. കുടുംബം എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ്. ഒരു സമൂഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാന യൂണിറ്റാണ്. കുടുംബത്തിൽ അവരെ ബിറുൽ വാലിദൈൻ, അതായത് മാതാപിതാക്കളുടെ കടമകളും തർബിയത്തുൽ ഔലാദ്, കുട്ടികളുടെ ശിക്ഷണ രീതികളും അനിവാര്യമായി മാറുന്നുവെന്ന് മൗദൂദ് സാഹിബ് പറഞ്ഞു വെക്കുന്നുണ്ട്. ആ കുടുംബത്തിൻ്റെ പരിരക്ഷണം പിന്നീട് അദ്ദേഹം മൗദൂദ് സാഹിബ് കമ്മ്യൂണിറ്റിയുടെ വിഷയമായി ബന്ധപ്പെടുന്നു. കമ്മ്യൂണിറ്റിയുടെ പരിവർത്തനത്തിനാണല്ലോ മൗദൂദ് സാഹിബ് സംഘടന രൂപീകരിക്കുന്നത്. ഒരു സമുദായത്തിൻ്റെ മൊബൈലൈസേഷനുമായി ബന്ധപ്പെട്ട്, ഒരു സമുദായത്തിൻ്റെ ഒരു നീക്കം മുന്നോട്ടുള്ള ചലനാത്മകതയ്ക്ക് വേണ്ടിയിട്ട് മൗദൂദ് സാഹിബ് സംഘടന രൂപീകരിക്കുന്നു. ആ സംഘടനയിലൂടെ കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡായ ആക്ടിവിസം മൗദൂദ് സാഹിബ് ഉദ്ദേശിക്കുന്നു. അത് വ്യക്തിഗതമാവട്ടെ, സാമൂഹികമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, ഈ ചിന്തകളിലൂടെ ഒരു സംഘടനയിലൂടെ കമ്മ്യൂണിറ്റിയുടെ ഇസ്ലാമിലേക്കുള്ള ഒരു റീ ഓറിയൻറ്റേഷന് വേണ്ടി മൗദൂദ് സാഹിബ് ലക്ഷ്യം വെക്കുന്നത് നമുക്ക് കാണാം. അതിലൂടെ ഒരു സമൂഹത്തിൻ്റെ പരിവർത്തനം ഉദ്ദേശത്തിൽ വെക്കുന്നതായി നമുക്ക് മൗദൂദ് സാഹിബ് ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദേശത്തെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചുമുള്ള മൗദൂദ് സാഹിബിൻ്റെ ചിന്തകൾ. ആ ഒരു ഭാഗത്താണ് എങ്ങനെയാണ് നമുക്ക് ഒരു സിസ്റ്റം എങ്ങനെ ആവണം. മൗദൂദ് സാഹിബ് അവിടെ ചിന്തിക്കുന്നത് തൗഹീദ് എന്താണെന്നുള്ള കാഴ്ചപ്പാടുമ്പോഴാണ് നമ്മുടെ ജീവിതം എന്താവണം എന്ന് പറയുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ദൃശ്യം നമുക്കുണ്ടാവുകയുള്ളൂ എന്ന് മൗദൂദ് സാഹിബ് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജീവിതം എന്നത്, ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിലുള്ള ജീവിതഘടന എന്നത്, അത് പ്രധാനമായും ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ എന്ന് പറയുന്ന രചനയിൽ മൗദൂദ് സാഹിബ് അത് മുന്നോട്ട് വെക്കുന്നുണ്ട്. ദീന്, ഇലാഹ്, റബ്ബ്, ഇബാദത്ത് എന്ന് പറയുന്ന ആ 4 പദങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ ആകമാനം മൂടി നിൽക്കുന്ന പദപ്രയോഗങ്ങളാണ്. ആ പദപ്രയോഗങ്ങൾ ഒരേ സമയം ആ ഒരു വിശ്വാസിക്ക് ആത്മീയമായ ഉന്നമനം നൽകുന്നു, അതുപോലെ തന്നെ സാമൂഹികമായ ഒരു സംഘാടനത്തിന് സഹായകമാവുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു ദേശത്തിൻ്റെ വളർച്ചയിൽ, ഒരു നവോത്ഥാനത്തിന്, ഒരു പുരോഗമന ചിന്തയ്ക്കും ഈ പറയുന്ന പദപ്രയോഗങ്ങൾ ഒരു വഴിയൊരുക്കുന്നു എന്ന് മൗദൂദ് സാഹിബ് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിവൈവൽ എന്താവണം എന്ന് മൗദൂദ് സാഹിബ് ആലോചിക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ്. അതായത് നവോത്ഥാനം എന്താണ്, അതിന് തജ്ദീദ് എന്താണെന്ന് തജ്ദീദോ ഇഹ്യാഉദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രചനയിൽ, അല്ലെങ്കിൽ എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് റിവൈവലിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇസ്ലാം എന്ന് പറയുന്ന രചനയിൽ തജ്ദീദിനെക്കുറിച്ചും സാമൂഹികമായ മാറ്റങ്ങളെക്കുറിച്ചും മൗദൂദ് സാഹിബ് സംസാരിക്കുന്നുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും അതിനു മുമ്പ് നുബുവത്ത് എന്താണെന്നും ഇസ്ലാം എന്താണെന്നും വിശദീകരിച്ചതിന് ശേഷം 4 ഖലീഫമാരെക്കുറിച്ചും 4 ഇമാമുമാരെക്കുറിച്ചും മൗദൂദ് സാഹിബ് അവിടെ സംസാരിക്കുന്നു. അവരുടെ ചിന്തകൾ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ റോൾ മോഡലായി മാറുന്നതെന്നും എങ്ങനെയാണ് ഇസ്ലാം എന്ന് പറയുന്ന ജീവിത വ്യവസ്ഥയ്ക്ക് അത് അടിയാധാരമാവുന്നതെന്നും മൗദൂദ് സാഹിബ് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്ക് നവോത്ഥാനം സമർപ്പിച്ച, അത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തുടങ്ങി, അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഷാ വലിദ് ദഹ്ലവി, സയ്യിദ് അഹമ്മദ് സർഹിന്ദി എന്ന് തുടങ്ങിയ വിവിധ പണ്ഡിതന്മാരെയും ഇമാം ഗസാലിനെ പോലുള്ള പണ്ഡിതന്മാരെയും എല്ലാം അദ്ദേഹം പ്രധാനമായി അവിടെ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ വിവിധ ഇസ്ലാമിക ചരിത്രത്തിൽ അത് വിവിധ ഭാഗങ്ങളിലുള്ള, അതായത് ഇന്ത്യയിൽ മാത്രമല്ല, ഇസ്ലാമിക ലോകത്തെ വിവിധ ഭാഗങ്ങളിലുള്ള നവോത്ഥാന നായകന്മാരുടെ പരിശ്രമങ്ങളെ പരാമർശിച്ചുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ആധുനിക കാലഘട്ടത്തിൽ ഒരു മുസ്ലിം സമൂഹത്തിന് ഊർജ്ജം ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്ന തരത്തിലുള്ള ഒരു പഠനം അദ്ദേഹം ആ രചനയിൽ നടത്തുന്നുണ്ട്. ആ റിവൈവലിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് തൻ്റെ സംഘടനയിലൂടെ വർത്തിക്കേണ്ടതെന്ന് മൗദൂദ് സാഹിബ് മറിയം ജമീലയ്ക്കുള്ള കത്തിൽ പറയുന്നത് നമുക്ക് കാണാം. കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ മൗലാന മൗദൂദി ആൻഡ് മറിയം ജമീല എന്ന് പറയുന്ന രചനയിൽ മൗദൂദ് സാഹിബ് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ രൂപീകരണം പോലും സമുദായത്തിൻ്റെ നവോത്ഥാനവും സമുദായത്തിൻ്റെ റിഫോമുമായി ബന്ധപ്പെട്ടതാണെന്ന് അവിടെ മൗദൂദ് സാഹിബ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തിൽ അന്നുണ്ടായിരുന്ന, അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന വിവിധ തരത്തിലുള്ള അനിസ്ലാമികമായ ചിന്തകളെ, അതായത് നവോത്ഥാനം ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെ ഭാഗമായും അവരുടെ ഇമ്പീരിയലിസത്തിൻ്റെ ഭാഗമായും മോഡേണിറ്റിയുടെ ഭാഗമായും മുസ്ലിം സമൂഹത്തിലും പൊതുസമൂഹത്തിലും ശക്തമായി വ്യാപിച്ചിരുന്ന വിവിധ ചിന്തകളെ, ചിന്താ പ്രസ്ഥാനങ്ങളെ, രാഷ്ട്രീയ ചിന്തകളെ മൗദൂദ് സാഹിബ് അവലോകനം ചെയ്യുന്നത് കാണാം.
നാഷണലിസം പോലെ, സെക്യുലറിസം പോലെ, അതുപോലെ തന്നെ കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, മോഡേണിറ്റി, ലിബറലിസം എന്ന് തുടങ്ങിയ ഡാർവിനിസം തുടങ്ങിയ വിവിധ ചിന്താധാരകളെ ശക്തമായി വിമർശന വിധേയമാക്കുകയും അതിന് ബദലായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതെന്ന് മൗദൂദ് സാഹിബ് സമർത്ഥിക്കുന്നുണ്ട്. ഇസ്ലാമോ ജാഹിലിയത്ത് എന്ന് പറയുന്ന, ഇസ്ലാമും ജാഹിലിയത്തും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഖുർആനിക സംജ്ഞകളെ ഉപയോഗിച്ചുകൊണ്ട് മൗദൂദ് സാഹിബ് അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഒന്നുൽ ജാഹിലിയ, വിവിധ തരത്തിലുള്ള ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാർ രൂപീകരിക്കുന്ന ബേസ്ലെസ്സായ ചിന്താധാരകൾക്കപ്പുറം ഇസ്ലാമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഹുക്കുമുൽ ജാഹിലിയ, വിവിധ തരത്തിലുള്ള അധികാരം, ശക്തി, പവർ, അതോറിറ്റി എന്നതിനേക്കാളും അപ്പുറം അള്ളാഹുവിൻ്റെ അധികാരവും ശക്തിയും പവറും സുപ്രീമസിയുമാണ്, സൊവേണിറ്റിയുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ഹുക്കുമുൽ ജാഹിലിയ വിശദീകരിച്ചുകൊണ്ട് മൗദൂദ് സാഹിബ് പറയുന്നു. അതുപോലെ തന്നെ മൗദൂദ് സാഹിബ് തബറുജുൽ ജാഹിലിയ, വിവിധ കൺസെപ്റ്റുകൾ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട്, ലിബറൽ കാഴ്ചപ്പാടുകളും മോഡേൺ കാഴ്ചപ്പാടുകളും സ്വീകരിച്ചുകൊണ്ട് അധാർമികവും സദാചാര വിരുദ്ധവുമായ ജീവിതശൈലിക്ക് അതിനേക്കാളും അപ്പുറം ഇസ്ലാം പഠിപ്പിക്കുന്ന ജീവിത മാർഗമാണ് നമുക്ക് അനിവാര്യമായും ഉണ്ടാവേണ്ടതെന്ന് തബറുജുൽ ജാഹിലിയ എന്ന പറയുന്ന ഖുർആനിക സംജ്ഞ വിശദീകരിച്ചുകൊണ്ട് മൗദൂദ് സാഹിബ് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നീട് ഹമിയത്തുൽ ജാഹിലിയ. അന്ന് മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന വിവിധ തരത്തിലുള്ള സെക്ടേറിയൻ കമ്മ്യൂണൽ ചിന്തകൾക്കാളും അപ്പുറം ഇസ്ലാം ഉദ്ദേശിക്കുന്ന ലോക നീതിയെക്കുറിച്ചും സമദ്ഭാവനയെക്കുറിച്ചും ഇസ്ലാമിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് അവിടെ ഹമിയത്ത്, ഈ പറയുന്ന കോപം, വൈരാഗ്യം, ശത്രുത എന്ന് പറയുന്ന ജാഹിലിയത്തിനേക്കാളും അപ്പുറം ഇസ്ലാം ഉദ്ദേശിക്കുന്ന അതിലിലേക്കും നീതിയിലേക്കും മർഹമത്തിലേക്കുമാണ് നമ്മൾ ക്ഷണിക്കേണ്ടതെന്ന് മൗദൂദ് സാഹിബ് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇങ്ങനെ ഈ 4 പദപ്രയോഗങ്ങളിലൂടെ എന്താണ് ജീവിത വ്യവസ്ഥ എന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിസ്റ്റം തിയറീസ് എന്ന് പറയുന്ന പേരിൽ മൗദൂദ് സാഹിബ് ചിന്ത മുന്നോട്ട് വെച്ചത്. ഞാൻ നേരത്തെ അത് വിശദീകരിച്ചിരുന്നു. ഒരു കുടുംബ വ്യവസ്ഥ എന്താവണമെന്നും സാമൂഹിക വ്യവസ്ഥ എന്താവണമെന്നും രാഷ്ട്രീയ വ്യവസ്ഥയും അതുപോലെ തന്നെ സാമ്പത്തികവും സംസ്കാരവും എന്താവണമെന്നും ഇസ്ലാം ആത്മീയത എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്നും മൗദൂദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ സിസ്റ്റം തിയറികളുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അന്ന് ഒരു ഉസ്മാനിയ ഖിലാഫത്ത് തകർന്നടയുകയും മുസ്ലിം നാടുകളിൽ രാഷ്ട്രീയം എന്ന് പറയുന്ന ചിന്ത ഇസ്ലാമിന് അന്യമായി എന്ന് പറയുന്ന തരത്തിലുള്ള പണ്ഡിതന്മാർ രൂപപ്പെടുകയും അലി അബ്ദുർ റാസിഖിനെ പോലുള്ള അസ്ഹരി പണ്ഡിതന്മാർ ഇസ്ലാം വ ഉസൂലുൽ ഹുക്കും എന്ന് പറയുന്ന രചന നടത്തി ഇസ്ലാമിൽ രാഷ്ട്രീയമേ ഇല്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയപ്പോൾ നൂറ്റാണ്ടുകളായി ഒരു ആത്മീയ മേഖലയിൽ മാത്രം ഒഴുകുന്ന പണ്ഡിത വർഗത്തെയും അല്ലെങ്കിൽ ഫിഖ്ഹി നൂലാമാലകളിൽ ഒതുങ്ങിക്കൂടുന്ന പണ്ഡിത വർഗത്തെയും മുന്നിൽ വെച്ചുകൊണ്ട് മൗദൂദ് സാഹിബ് ഇസ്ലാം എന്ന് പറയുന്നത് അതും മാത്രമല്ല, ഇസ്ലാമിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി ഉണ്ട്. അതിന് വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ചിന്തയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അത് ഷാവുലിദ ദഹ്ലവിയുടെ ചിന്തകളെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന് പറയുന്ന രചനയിൽ അൽ ഇർത്തിഫാഖാത്ത് എന്ന് പറയുന്ന ഒരു ചിന്ത മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഷാവുലിദ ദഹ്ലവിയുടെ ആ ചിന്തകളെ തന്നെ കടമെടുത്തുകൊണ്ട് ആധുനിക സമൂഹത്തിൽ മൗലാന മൗദൂദി ഇസ്ലാമിലെ രാഷ്ട്രീയ ചിന്തയെ സമർത്ഥിക്കുന്നത് നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളിലും ഈ പറയുന്ന പൊളിറ്റിക്കൽ ഫിലോസഫി അടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനിൽ എത്തിച്ചേരുകയും ആ പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനിൻ്റെ ഭരണഘടന ഇസ്ലാമിൻ്റെ പൊളിറ്റിക്കൽ തിയറിയെ അടിസ്ഥാനമാക്കിയുള്ളതാവണമെന്ന് മൗദൂദ് സാഹിബ് സംസാരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ പറയുന്ന ഭരണഘടനാ ഡിക്ലറേഷനിലും എല്ലാത്തിലും ഈ ഇസ്ലാമും അതായത് ഖുർആനും സുന്നത്തും അടിസ്ഥാനമായി മാറുന്നതും പിന്നീട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ടൈറ്റിൽ പോലും സ്വീകരിക്കുന്നതിലും മൗലാന മൗദൂദിയുടെ കോൺട്രിബ്യൂഷൻ, പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ സ്വാധീനം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവർത്തന ഫലമായി സമൂഹത്തിന് വേണ്ടി ചിന്തിക്കുക, സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുക, നിത്യജീവിതത്തിൽ മുസ്ലിം സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ റസായിലോ മസായിൽ എന്ന് പറഞ്ഞ പേരിൽ അദ്ദേഹത്തിൻ്റെ ഫത്വകൾ രൂപപ്പെടുക. അതോടുകൂടി ആ ഒരു ഫത്വകളിലൂടെ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും മുസ്ലിം ജനസമൂഹത്തിനും പാകിസ്ഥാനിലെ ജനതയ്ക്ക് പ്രത്യേകിച്ചും എന്താണ് ഇസ്ലാം എന്ന് ബോധിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനം മൗദൂദ് സാഹിബ് അവിടെ നടത്തുന്നത് നമുക്ക് കാണാം. മൗദൂദ് സാഹിബ് നിരവധി യാത്രകൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ
വൈജ്ഞാനികമായ മെറ്റാഫിസിക്കലായ ചില ട്രാവലോഗുകളുണ്ട്. അത് ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട സഫർനാമയാണ് ഒന്ന്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു സഫർനാമം തന്നെ, ഒരു ട്രാവലോഗ് തയ്യാറാക്കുന്നുണ്ട്, ഒരു മെറ്റാഫിസിക്കലായ ഒരു യാത്ര. അതിൽ എന്താണ് മിഅ്റാജ് എന്നും ഇസ്ലാമിൽ ഈ അത്ഭുതത്തിന്, മിഅ്റാജ് എന്ന് പറയുന്ന ഒരു മിറാക്കിളിന്, മൗജിസത്തിന് അതിൻ്റെ സ്ഥാനം എന്താണെന്ന് അവിടെ വിശദീകരിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ കുടുംബക്കാരനായിരുന്ന സർ സയ്യിദിനെ പോലുള്ള ആൾക്കാർ മൗജിസത്ത് എന്നത് ഖുർആനിൽ ഇല്ല എന്നും വളരെ നാച്ചുറലിസ്റ്റിക്കായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ, എന്നാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം വെറും ഈ റാഷണാലിറ്റി മാത്രമല്ല എന്നതും, അഖീദ, അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലും അവർ പറഞ്ഞതിലും വിശ്വസിക്കുക എന്നതും അഖീദ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമാണെന്നും മൗദൂദ് സാഹിബ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിഅ്റാജ് എന്നത് സംഭവിച്ചതാണെന്നും അത് യാഥാർത്ഥ്യമുള്ളതാണെന്നും അത് ഇസ്ലാമിൻ്റെ വിശ്വാസ സിദ്ധാന്തങ്ങളിലെ അടിത്തറയാണെന്നും മൗദൂദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ സഫർനാമ, മിഅ്റാജിനെ കുറിച്ചുള്ള സഫർനാമയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം തഫ്ഹീമുൽ ഖുർആൻ്റെ രചനയ്ക്ക് വേണ്ടി തഫ്ഹീമുൽ ഖുർആൻ പരാമർശിച്ച പ്രദേശങ്ങളിൽ യാത്രയാവുകയും അവിടെ ചെന്ന് ആ പ്രദേശത്തിൻ്റെ ജിയോഗ്രഫിയും ജിയോ പൊളിറ്റിക്സും ഡെമോഗ്രഫിയും ചരിത്രത്തിലൂടെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മൗദൂദ് സാഹിബ് തഫ്ഹീമുൽ ഖുർആൻ തയ്യാറാക്കുന്നത് പോലും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അൽ അർസുൽ ഖുർആൻ എന്ന പേരിൽ മൗദൂദ് സാഹിബിൻ്റെ ആ ട്രാവലോഗ് ഇന്നും നമുക്ക് ഉറുദുവിൽ കാണാം. മൗദൂദ് സാഹിബിൻ്റെ നിരവധി സ്പീച്ചുകൾ അത് പിന്നീട് നിരവധി രചനകളായി മാറി. അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലോ എന്ന് പറയുന്നത് അദ്ദേഹം പാകിസ്ഥാനിലെ വിവിധ നിയമ വിദഗ്ധരെയും ജഡ്ജികളെയും പണ്ഡിതന്മാരെയൊക്കെ മുന്നിൽ നിർത്തി നടത്തിയ ഒരു പ്രഭാഷണ പരമ്പരയുടെ പഠനമാണ് പിന്നീട് ആ ഒരു ബുക്കായി മാറിയത്. നമുക്കറിയാം ഖുത്ബാത്ത് എന്ന് പറയുന്ന രചന അദ്ദേഹത്തിൻ്റെ ഖുത്ബകളാണ്, പ്രഭാഷണമാണ്. യൂറോപ്പിലെ ഖുത്ബ എന്ന് പറയുന്ന ഖുത്ബാത്തെ യൂറോപ്പ് എന്ന് പറയുന്ന മറ്റൊരു രചനയും നമുക്ക് കാണാം. അദ്ദേഹം പോകുന്ന പ്രദേശങ്ങളിലെ പ്രസംഗങ്ങൾ പിന്നീട് രചനകളായി മാറുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. മൗദൂദ് സാഹിബിൻ്റെ ഇൻ്റർവ്യൂസിൻ്റെ, അഭിമുഖങ്ങളുടെ കളക്ഷനും നമ്മുടെ മുമ്പിലുണ്ട്. വിവിധ വിഷയങ്ങളിൽ അതത് സാഹചര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിനും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാന പ്രവർത്തകർക്കും ക്ലാരിറ്റി, വ്യക്തത വരുത്തുവാൻ വേണ്ടി, ആശയ വ്യക്തത വരുത്തുവാൻ വേണ്ടി മൗദൂദ് സാഹിബ് നടത്തിയ അഭിമുഖങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും ലെറ്ററുകളും മറ്റു രചനകളായി തന്നെയും ഇസ്ലാമിക സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിൽ, പാകിസ്ഥാനിൽ പ്രത്യേക രചനകളായി തന്നെ മാറി. അതിൻ്റെ കൂടെ മൗദൂദ് സാഹിബിൻ്റെ വിവിധ സംഘടനാ നേതാക്കന്മാരുമായും രാഷ്ട്രീയ നേതാക്കന്മാരുമായും ഭരണകൂട നേതാക്കന്മാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ, ഈ ആഭ്യന്തര ബന്ധങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തകളിലെ പ്രത്യേകതകൾ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു നിമിഷങ്ങളാണ്. അത് അയ്യൂബ് ഖാൻ മുതൽ അതിനുശേഷം മുമ്പുള്ള വിവിധ നേതാക്കന്മാരെയും, അത് ആരൊക്കെയാണ്, സുൽഫിക്കർ അലി ഭൂട്ടയാണെങ്കിലും അയ്യൂബ് ഖാൻ ആണെങ്കിലും യഹ്യ ഖാൻ ആണെങ്കിലും, വിവിധ ഭരണകൂടങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അവരോടുള്ള അദ്ദേഹത്തിൻ്റെ മറുപടികൾ, ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങളായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇറാനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയും ഇറാൻ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിനെ ആദ്യമായി അംഗീകരിക്കുന്ന ഒരു മുസ്ലിം പണ്ഡിതൻ എന്ന നിലയിലും അതിനെ ആശീർവദിക്കുവാൻ വേണ്ടി അഭിനന്ദനങ്ങളുമായി ഒരു സംഘത്തെ അയക്കുന്ന ഒരേ സമയം തന്നെ ഒരു സലഫി അപ്രോച്ച് സ്വീകരിക്കുന്ന, അതായത് ഷിയഈ വിരുദ്ധമായ സുന്നി വിഭാഗത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ ഷിയാക്കളുടെ ലോകത്ത് സംഭവിച്ച ഒരു റവല്യൂഷനെ അംഗീകരിക്കുന്ന ഒരു കാഴ്ചപ്പാട് പോലും നമുക്കവിടെ കാണുവാൻ കഴിയും. മൗദൂദ് സാഹിബിൻ്റെ ചിന്തകളുടെ ഒരു വലിപ്പം തന്നെയാണ്. അതുപോലെ തന്നെ മൗദൂദ് സാഹിബിൻ്റെ കോൺട്രിബ്യൂഷനെ കുറിച്ച് മലയാളത്തിൽ തന്നെ മൗദൂദി സ്മൃതിരേഖകൾ എന്ന പേരിലും അതുപോലെ തന്നെ അഭിമുഖങ്ങൾ എന്ന പേരിലും 2 രചനകൾ തന്നെ നമുക്ക് കാണാം. അതിൽ മൗദൂദ് സാഹിബിൻ്റെ വിവിധ വിഷയങ്ങളുടെ കാഴ്ചപ്പാടുകൾ അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതായത് മൗദൂദ് സാഹിബിൻ്റെ വിവിധ വൈജ്ഞാനിക മേഖലയിലുള്ള ആഴവും പരപ്പും, പ്രത്യേകിച്ച് തസവുഫ് പോലുള്ള വിഷയങ്ങളിൽ, അതിൽ വഹ്ദത്തുൽ വുജൂദ്, വഹ്ദത്തുൽ ഷുഹൂദ് പോലുള്ള വളരെ സങ്കീർണമായ വിഷയങ്ങളെ മൗദൂദ് സാഹിബ് അത് ലളിതമായി തന്നെ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ഈ രചനകളിൽ കാണാം. അതായത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്ത് മൗദൂദ് സാഹിബിനോട് എന്താണ് വഹദത്തുൽ വുജൂദ് എന്ന് ചോദിക്കുന്നു.
ഇബ്നുൽ അറബിയുടെ ചിന്തകളുടെ ആ പ്രശ്നത്തെക്കുറിച്ചും ഇബ്നുൽ അറബി എങ്ങനെ ചിന്തിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ചും മൗദൂദ് സാഹിബ് അവിടെ വിശദീകരിക്കുന്നുണ്ട്. ആ വഹദത്തുൽ വുജൂദ് എന്ന് പറയുന്ന ടേം, വഹദത്ത് ഷുഹൂദ് എന്ന് പറയുന്ന സയ്യിദ് അഹമ്മദ് സർഹിന്ദി എന്ന് പറയുന്ന ഈ രണ്ടാം സഹസ്രാബ്ദത്തിലെ മുജദ്ദിദിൻ്റെ ചിന്തകളോട് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന് മൗദൂദ് സാഹിബ് വിശദീകരിക്കുന്നുണ്ട്. അതായത് തസവുഫ്, തത്വചിന്ത, പൊളിറ്റിക്കൽ ഫിലോസഫി, കാലികമായ വൈജ്ഞാനിക വ്യവഹാരങ്ങളിലുള്ള ആഴത്തിലുള്ള കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ ലോക ചുറ്റുപാട് നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള വളരെ ദീർഘദൃഷ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ, ഇതെല്ലാം മൗദൂദി സാഹിബിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ്. ആ ഒരു തരത്തിൽ മൗദൂദി സാഹിബിൻ്റെ ചിന്തകൾ ഇതുകൊണ്ടാണ് ഇസ്ലാമിക ലോകത്ത് ഇപ്പോഴും സാധ്യമായി മാറുന്നത്. സയ്യിദ് ഖുതുബിനെ പോലുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതിൽ, ഇഖ്വാൻ മുസ്ലിമൂൻ എന്ന പോലുള്ള സംഘടനയ്ക്ക് ഒരു പ്രത്യയശാസ്ത്ര അടിത്തറ നൽകുന്നതിൽ, ലോകത്തിലുള്ള സെൻട്രൽ ഏഷ്യൻ, തുർക്കി പ്രദേശങ്ങളിലെയും യൂറോപ്യൻ പ്രദേശങ്ങളിലെയും ഇസ്ലാമിക ബുദ്ധിജീവികൾക്ക് ഒരു അടിത്തറ നൽകുന്നതിൽ, ഇസ്ലാമിക് ഫൈനാൻസ് പോലുള്ള, ഇസ്ലാമിക് എക്കണോമിക്സ് പോലുള്ള ചിന്തകൾക്ക് ഒരു ബേസ് നൽകുന്നതിൽ, ഇതിലെല്ലാം മൗലാന മൗദൂദിയുടെ സംഭാവനകൾ അനിഷേധ്യമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മൗദൂദി സാഹിബിനെ കുറിച്ച് നിരവധി രചനകൾ മലയാളത്തിൽ വരാത്തതുണ്ട്. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. സയ്യിദ് മൗദൂദി, അദ്ദേഹത്തിൻ്റെ ബച്പൻ, ജവാനി, ബുഡാപ്പ, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം, അദ്ദേഹത്തിൻ്റെ യുവത്വം, അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യം എന്ന പേരിൽ വേറൊരു ബുക്കുണ്ട്. അതുപോലെ തന്നെ മൗലാന മൗദൂദിയെ തന്നെ രചിച്ച തസവൂഫ് കാ ഇൻഖിലാബി തസവൂഫ് കാ ഇൻഖിലാബി തസവൂർ, അതായത് തസവൂഫിൻ്റെ വിപ്ലവാത്മകമായ വീക്ഷണം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ നമുക്ക് കാണാം. ഇതൊന്നും മറ്റുള്ള ഭാഷകളിലേക്ക്, മലയാളത്തിലേക്ക് പ്രത്യേകമായി വന്നിട്ടില്ല. മൗലാന മൗദൂദിനെ കുറിച്ച് തന്നെ മൗലാന മൗദൂദി ഓർ തസവുഫ് എന്ന് പറയുന്ന രചനകൾ പോലും അത് ഖാസിം നൗമാനിയുടെ രചനകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ഇൽമുൽ കലാമിനെ കുറിച്ചുള്ള മൗദൂദ് സാഹിബിൻ്റെ കാഴ്ചപ്പാടുകളും വേറെ നമുക്ക് കാണാം. മൗദൂദ് സാഹിബിൻ്റെ കത്തുകളുടെ കളക്ഷൻ ഒരു പ്രത്യേക രചനയായി തന്നെ സയ്യിദ് മൗദൂദിക്ക് ഖുതൂത്ത് എന്ന പേരിൽ നമുക്കുണ്ട്. അതുപോലെ തന്നെ ഖിയാമെ പാകിസ്ഥാൻ, മൗലാന മൗദൂദി ക ഫിക്രി ഹിസ്സ, അതായത് പാകിസ്ഥാൻ രൂപീകരണത്തിൽ മൗലാന മൗദൂദിയുടെ ബൗദ്ധികമായ ഒരു പങ്കാളിത്തത്തെക്കുറിച്ചുള്ള രചനയുണ്ട്. മൗദൂദ് സാഹിബ് തന്നെ രചിച്ച ജമാഅത്ത് ഇസ്ലാമിക്ക് അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ 29 വർഷം എന്ന പേരിൽ മൗദൂദ് സാഹിബ് തന്നെ രചിച്ച ചരിത്രം നമുക്കുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ മൗദൂദി സാഹിബ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ വിചക്ഷണനെ, ഒരു എഡ്യൂക്കേഷണലിസ്റ്റിനെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ കാണാം. അത് അൽ ജാമിയ അൽ ഇസ്ലാമിയ, മദീനയിലെ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി സിലബസ് തയ്യാറാക്കുന്ന മൗദൂദിയുണ്ട്. അവരത് സ്വീകരിച്ചില്ല എങ്കിലും എങ്ങനെയാണ് ഇസ്ലാമിക് സ്റ്റഡീസ്, അതായത് ഇസ്ലാം എങ്ങനെ പഠിപ്പിക്കണമെന്ന് അദ്ദേഹം അവരെ നിർദ്ദേശം നൽകുന്നുണ്ട്. അത് താലീമാത്ത് എന്ന പേരിൽ അത് ഉറുദുവിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദ എഡ്യൂക്കേഷൻ എന്ന പേരിൽ അത് ഇംഗ്ലീഷിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ അതായത് വിദ്യാഭ്യാസം എന്നത് അനിവാര്യമാവുകയും വിവിധ വിഷയങ്ങളെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്നും മൗദൂദ് സാഹിബ് ആ രചനയിൽ പറയുന്നുണ്ട്. ഒരേ സമയം വ്യക്തി, കുടുംബം, സമൂഹം, കമ്മ്യൂണിറ്റി, രാഷ്ട്രം, ദേശം എന്ന് പറയുന്ന ചർച്ചകളും, ആ സമൂഹത്തിൻ്റെ അദബിൻ്റെയും സംസ്കാരത്തെക്കുറിച്ചുള്ള ചർച്ചകളും, അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചർച്ചയും, ആ സമൂഹത്തിന് അത്യാവശ്യമായ സംഘാടനത്തെക്കുറിച്ചുള്ള ചർച്ചകളും മൗദൂദ് സാഹിബ് സംസാരിച്ചു എന്നതുകൊണ്ടാണ് മൗലാന മൗദൂദിയുടെ ചിന്തയും ജീവിതവും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതും അദ്ദേഹത്തിന് ഏൽക്കുന്ന വിമർശനങ്ങളെക്കാളും അപ്പുറം അദ്ദേഹത്തിന് ലോക ഇസ്ലാമിക ഭൂമികയിൽ ഏറ്റവും കൂടുതൽ ആദരവ് ലഭിക്കുന്നതും ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയത്തിന് ശക്തമായ ഒരു അടിത്തറ ഈ കാലത്ത് ജനഹൃദയത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. വിവിധ തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം, ഇസ്ലാമിസം, ടെററിസം അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള പുതിയ ടെർമിനോളജികളെല്ലാം മൗലാന മൗദൂദിയുടെ പേരിലേക്ക് ആരോപിക്കപ്പെടുമ്പോൾ പോലും ദിനം പ്രതി മൗദൂദി സാഹിബിൻ്റെ ചിന്തകൾ ജനങ്ങളെ ആകർഷിക്കാനുള്ള പ്രധാന കാരണം പോലും മൗലാന മൗദൂദി മുന്നിൽ വെക്കുന്ന ചിന്തയും അദ്ദേഹത്തിൻ്റെ വിപ്ലവാത്മകമായ ജീവചരിത്രവും അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ ജീവിതവും കൂടാണ്. അതുകൊണ്ടാണ് മൗദൂദി സാഹിബ് ഇപ്പോഴും എല്ലാ കാലത്തും പോലെ ഇന്നും പ്രസക്തമാവുന്നത്, ഇനിയും പ്രസക്തമാകാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.